ഗൈസ്, നമ്മൾ ഈ വറുക്കുന്നതിനകത്ത് മുളക് പൊടി, കുരുമുളക് പൊടി, അപ്പം പുളിനീര്, പുളി പിഴിഞ്ഞൊഴില്ലേ മീൻകറിയിൽ ഒഴിച്ചതിൻ്റെ ഇച്ചിരി, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇച്ചിരി ഉപ്പ് നീര് ഇരിക്കുന്നുണ്ടോ, ഉപ്പ് നീര് ഇവിടെ ഉപയോഗിക്കും. ഇനി ഡീപ്പായിട്ട് ഇതിൽ തേച്ച് വെക്കണം ഗൈസ്, അല്ലേ ഇത് വലിയ മീന അതിനെ കൊണ്ടേ വലിയ ആളാണ് ഗൈസ്. ഇത് വെളുത്തുള്ളിയാണ്, ഞാൻ പറയുന്ന പതുക്കെ കേൾക്കും ഗൈസ്. അപ്പുറത്തെ സൺഡേ അതിനെ കൊണ്ട് വീട്ടിലുള്ള ആളുകളൊക്കെ ഉണ്ട് ഗൈസ്, അതുകൊണ്ട് അവർ കേൾക്കും. അവർ വിചാരിക്കുന്നത് എന്തോന്നാണ് ഇത് അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ ഇവൾ ക്യാമറ എടുത്തുകൊണ്ട് വരുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ ഇതിനകത്തെല്ലാം തേച്ച് വെച്ച് ഗൈസ്, ഉണ്ടോ? കുരുമുളക് പൊടി, പെരുംജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, പുളിവെള്ളം, ഉപ്പ് വെള്ളം കേട്ടോ. ഓക്കെ, സെറ്റായിട്ടുണ്ട്. സെറ്റ് എന്ന് പറയും. എൻ്റെ വെളുത്തുള്ളിക്ക് ഇരിപ്പുണ്ട്, തേച്ച് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ചാരച്ച് തേച്ച് വെച്ചു. ഈ ക്യാമറ സെറ്റ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴുണ്ടല്ലോ ഗൈസ്, അങ്ങ് നിന്നുപോയി. കണ്ടോ അരപ്പ്? ഇതിന് ബാക്കി എടുത്തിട്ട് ഞാൻ കാണിക്കാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ കറി ഇങ്ങനെ തിളച്ച് ഇരിക്കുകയാണ്. തിളച്ചിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, ഞാനങ്ങനെ എൻ്റെ സെറ്റപ്പ് മീൻ കറിയില്ല, മീൻ വറുത്തതിന് വേണ്ടി ഞാൻ അല്പം വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ്. നല്ല വെളിച്ചെണ്ണയാണ് ഗൈസ്, ഞാനത് കൊണ്ടുവന്ന് ജീരകം ഇട്ട് തിളപ്പിച്ച്, നല്ല ഒറിജിനൽ വെളിച്ചെണ്ണ. ഓക്കെ, അതിലെനിക്ക് അത്യാവശ്യമായിട്ടൊരു ഇച്ചിരി കടുകിടണം ഗൈസ്, കടുപ്പാട്ട. ഇച്ചിരി കടുവങ്ങ് ഇട്ട് ഗൈസ്. ഇനി കടുക് പൊട്ടട്ടെ ഗൈസ്, അന്നേരം കാണിക്കാം. ഓക്കെ ഗൈസ്, ഇവിടെ വലിയ തവ എടുത്താൽ എനിക്ക് പൊക്കാൻ വയ്യ ഗൈസ്, അതുകൊണ്ട് ഞാൻ ഇവനെ എങ്ങനെ കിടത്തുകയാണ്. പൊട്ടി എങ്ങനെ ഇരിക്കും, പുളിവെള്ളം ഒഴിച്ചത് കൊണ്ട്. ഇനി അവൻ സമാധാനത്തോടു കൂടി അവിടെ വിശ്രമിക്കട്ടെ. അതിന് പൊരിയട്ട് ഗൈസ്. അപ്പം ഇതിനകത്ത് ഇച്ചിരി വെളുത്തുള്ളിയും സവാളയും കറിവേപ്പിലയും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവസാനം കാണിച്ചു തരാം ഗൈസ്. പാട്ടും പാടിക്കൊണ്ട് വേണം ഇത് ഇളക്കിയിടാൻ. ഇത് സ്റ്റിക്കി ആയിട്ടിരിക്കുന്നു ഗൈസ്, കാരണം പുളിയില്ലേ, പുളിവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ സ്റ്റിക്കിയാവും, റപ്പായിട്ട് സ്റ്റിക്കിയാവും. അപ്പോൾ ഇച്ചിരി കേടുപാടുകളോടുകൂടിയായിരിക്കും ഇതിൻ്റെ മറുകണ്ടം ചാടിക്കുന്നത്. ഇതിന് ഇത് വലുതാണ്, എൻ്റെ ക്യാമറയെ വെന്തുപോയാൽ ഇനി അടുത്ത 50,000 പോകും. ഇത് ഈ സൈഡിൽ കിടന്നിട്ട് ഈ സവാളയും നമ്മളെ വെളുത്തുള്ളിയും നമ്മുടെ വീട്ടിൽ പിടിച്ച കറിവേപ്പിലയും കൂടെ കിടന്ന് ഒന്ന് വഴണ്ട് വരും ഗൈസ്. ആഫ്റ്റർ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. പിന്നെ കൊച്ചിനെ കിടത്തുന്നവരൊക്കെ കിടത്തി കുളിപ്പിക്കുവാണ് ഗൈസ് ഞാൻ. അപ്പോൾ ഗൈസ്, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ എടുത്ത് കാണിക്കാം ഗൈസ്, വെയിറ്റ് ചെയ്യും ഗൈസ്. ആപ്പിൾ കണ്ടോ ഗൈസ്, ഇതുകൂടെ അങ്ങ് കാണിക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ പൊരിച്ചമീൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അപ്പോൾ ഗൈസ്, ഇത് നല്ലതാണ്. ഞാൻ ജസ്റ്റ് ഒരു പച്ചമുളക് അങ്ങോട്ട് വെച്ച് കൊടുക്കട്ടെ ഗൈസ്, അലങ്കാരത്തിനില്ല, ഡാഡിയെ കടിച്ച് കഴിക്കാം. ഇതിപ്പം നല്ല സെറ്റായിട്ടുണ്ട് ഗൈസ്. ഞാനിതിനെ തിരിച്ചിടട്ടെ.
കണ്ടോ ഒക്കെ കണ്ടോ പൊങ്ങിങ്ങി വരുന്നുണ്ടോ ഗൈസ്. ഇതിനകത്ത് വേറെ അലങ്കാരമൊന്നുമില്ല. ഇതിനെ നമുക്കെടുത്തങ്ങ് പാത്രത്തിലോട്ടങ്ങ് വെച്ചാൽ മതി ഗൈസ്. നന്ന മൂക്കട്ടെ. ഡാഡിക്ക് വലുതായിട്ട് മൂക്കുന്ന ഇഷ്ടമല്ല. ഇഷ്ടമല്ല, പക്ഷേ എനിക്ക് മൂക്കുന്നതാണ് ഇഷ്ടം. പെട്ടെന്നങ്ങ് വഴണ്ടി വരും ഗൈസ്. പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും ഇവിടുന്ന് ഇപ്പുറത്തോട്ട് വാരിയിലിട്ട് കുറച്ച്. നല്ല രസമാണ് ഗൈസ് ഇത് കഴിക്കാൻ. സെറ്റ്. അപ്പോൾ ഗൈസ് ഇതാണ് സംഭവം. ഇതാണ്ടോ വറുത്ത് പൊരിച്ച് കരിച്ചൊന്നുമില്ല, ഞാൻ കരിക്കത്തില്ല. നല്ലോണം മൊരിഞ്ഞിരിക്കുകയാണ്. മൊരിയായിട്ടിരിക്കുക. ഇത് കഴിക്കാനെടുക്കുമ്പോൾ ഒന്നും കൂടെ അങ്ങ് മൊരിക്കും. നല്ല ചൂടായിട്ടിരിക്കുക. കണ്ടോ നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഗൈസ് ഇന്നത്തെ എല്ലാം തീർന്നു ഗൈസ്. പാചകം. ഓക്കെ, ബൈ.